പി.ടി സാറ് നമ്മുടെ ഹിപ്പ് ഹോപ്പ് തമിഴൻ്റെ 7ാമത്തെ ചിത്രമാണ്. ഞാൻ അവൻ്റെ അധികം പടങ്ങളൊന്നും കണ്ടിട്ടില്ല. എന്ന് വെച്ചാൽ ഫസ്റ്റത്തെ പടം മാത്രമാണ് കണ്ടിട്ടുള്ളത്, മ്യൂസിയം വർക്ക്. അതിനുശേഷം ഈ പടമാണ് കാണുന്നത്. ബാക്കിയുള്ള പടങ്ങളെ കുറേ സീനുകളൊക്കെയാണ് ഞാൻ കണ്ടിട്ടുള്ളത്. പക്ഷേ എനിക്ക് ഫസ്റ്റത്തെ പടം എനിക്ക് നല്ല ഇഷ്ടമാണ്. ഭയങ്കര ഒരു വെറൈറ്റി പടമാണത്. ഈ പടം എന്ന് പറയുമ്പോൾ ഇപ്പോൾ OTT റിലീസായിട്ടുണ്ട്. ഈ കൊല്ലം തന്നെ തിയേറ്ററിൽ റിലീസായിട്ടുള്ള സിനിമയാണ്. ഇപ്പോൾ OTT ഇറങ്ങിയപ്പോൾ നല്ല അഭിപ്രായങ്ങൾ പറയണ ഒരു സിനിമയാണ്. കാരണം നല്ലൊരു പടമാണത്. ഞാൻ വിചാരിച്ചത് ഭയങ്കര ഓവറായിട്ടുള്ള കോമഡീസ് ഒക്കെ നിറച്ചിട്ടുള്ള സാധാരണ ഒരു 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 പടത്തിന് വേണ്ട ഒരു കഥയായിരിക്കും എന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ ഈ സിനിമ മൊത്തത്തിൽ മാറ്റിക്കളഞ്ഞു. കാരണം ഞാൻ ഈ സിനിമ കാണാനായിട്ടുള്ള മെയിൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിലത്തെ കാസ്റ്റ് കണ്ടിട്ടാണ്. ഒന്ന് അനിക സുരേന്ദ്രൻ ഉണ്ട്, പിന്നെ ഹിപ്പ് ഹോപ്പ് തമിഴൻ, പിന്നെ പ്രഭു, അങ്ങനെ കുറച്ച് കുഴപ്പമില്ലാത്തൊരു കാസ്റ്റ് കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു കോമഡി ആണെങ്കിലും കുഴപ്പമില്ലാത്തൊരു കഥയായിരിക്കും എന്നാണ് വിചാരിച്ചത്. പക്ഷേ നല്ല അടിപൊളി കഥയാണ്. കാരണം ഇന്നത്തെ കാലത്ത് ആവശ്യമായിട്ടുള്ളൊരു കഥയാണ്, ഒരു മെസ്സേജുള്ള സിനിമയാണ്. ഇപ്പോൾ തമിഴ് ചെയ്തിട്ടുള്ള സിനിമകളെ വെച്ചിട്ട് കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഇത് ഇത്തിരി സീരിയസ് ആയിട്ടുള്ളൊരു പടമാണ്. ഇൻ്റർവെല് വരെ പടം ഇൻ്റർവെല് വരെ കുറച്ച് കോമഡിയും കാര്യങ്ങളൊക്കെ ആയിട്ട് ഭയങ്കര ഒരു കുഴപ്പമില്ലാത്ത രീതിയിലാണ് കഥ കൊണ്ടുപോകുന്നത്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് ഇൻ്റർവെല്ലാവുന്ന സീനുണ്ട്. അടിപൊളി ഇൻ്റർവെല്ലാണ്. കാരണം ഹിപ്പ് ഹോപ്പ് തമിഴനാണ് ഇതിൽ സോങ് ചെയ്തേക്കണത്. അപ്പോൾ പിന്നെ പറയണ്ട, ഹിപ്പ് ഹോപ്പ് തമിഴിൻ്റെ പാട്ടും ഇഷ്ടമുള്ളവർക്ക് എന്തായാലും ഇഷ്ടപ്പെടും. ഒരു നല്ല ഒരു BGMോട് കൂടിയിട്ടുള്ള ഒരു കിഡ് ഇൻ്റർവെല്ലാണ്. അപ്പോൾ അവിടെ നിന്ന് അങ്ങോട്ട് പടം ഭയങ്കര ഇൻട്രസ്റ്റ് ആണ്. നല്ല രസമായിട്ട് നമ്മൾ കണ്ടിരിക്കുക ഇൻ്റർവെൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇൻ്റർവെൽ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ പടം എന്ന് പറയുന്നത് ഇത്തിരി സീരിയസ് ആയിട്ടുള്ള കഥ പറഞ്ഞു പോണതാണ്. അനിക സുരേന്ദ്രൻ നന്നായി അഭിനയിച്ചിട്ടുണ്ട്. നല്ലൊരു ക്യാരക്ടറാണ് കിട്ടിയിരിക്കുന്നത്. ഇൻ്റർവെല് കഴിഞ്ഞിട്ട് കുറേ സീനുകളുണ്ട്. കുറേ സീനുകൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ ഡയലോഗുകളായിട്ടുള്ള സീനുകളുണ്ട്. ഭയങ്കരമായിട്ട് സത്യങ്ങൾ പറഞ്ഞു പോണ കുറേ റിയലായിട്ട് നടക്കണ കുറേ കാര്യങ്ങൾ പറഞ്ഞു പോണ സിനിമയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ പലരും മിണ്ടാണ്ടിരിക്കുന്നതും പലരും സംസാരിക്കുന്നതും നമുക്കറിയാവുന്ന കുറേ കാര്യങ്ങളൊക്കെയാണ് ഈ സിനിമയിൽ പറഞ്ഞു പോണത്. സ്ത്രീകൾക്കെതിരെയുള്ള ആക്രമണമാണ് ശരിക്കും ഈ സിനിമ പറഞ്ഞു പോണത്. അത് സോഷ്യൽ മീഡിയയിൽ നിന്നായിട്ടുള്ളതും ഇതിൽ പരാമർശിക്കുന്നുണ്ട്. പിന്നെ അതേപോലെ നാട്ടുകാരൻ്റെ ബാക്കിയുള്ളത് കാണിക്കുന്നുണ്ട്, വീട്ടുകാരൻ്റെ ബാക്കിയുള്ളത് കാണിക്കുന്നുണ്ട്. അങ്ങനെ എല്ലാ സൈഡിൽ നിന്നും ഒരു പെൺകുട്ടിക്ക് കിട്ടുന്ന ബുദ്ധിമുട്ടുകൾ ഈ സിനിമയിൽ നല്ല രീതിയിൽ വൃത്തിക്ക് പറഞ്ഞു പോകുന്നുണ്ട്. ഒരു തരത്തിൽ ബോറടിപ്പിക്കാത്ത രീതിയിലും. ചിലർക്ക് ചിലപ്പോൾ ക്രിഞ്ചായിട്ടൊക്കെ തോന്നാം, ചിലർക്ക് ചിലപ്പോൾ ക്ലീഷായിട്ടും തോന്നാം. അത് കാണുന്ന ആൾക്കാരുടെ മെൻറ്റാലിറ്റി പോലെ ഇരിക്കും. കാരണം ഇതൊരു മെസ്സേജ് കൊടുക്കുന്ന സിനിമയാണ്. ഇന്നത്തെ കാലത്ത് നല്ല ഇനി വരാൻ പോകുന്ന തലമുറയിൽ ഇങ്ങനത്തെ സിനിമകൾ അത്യാവശ്യമാണ്. പക്ഷേ ഈ സിനിമകളിലെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാർക്കും ആവശ്യമില്ല. ഇങ്ങനത്തെ സിനിമകൾ ആർക്കും ആവശ്യമില്ല. ഞങ്ങൾക്കിത് വേണ്ട, ഞങ്ങൾക്കിത് അറിയണം, അതിപ്പോൾ സിനിമ ചെയ്തിട്ട് ഞങ്ങൾക്കിത് അറിയേണ്ട ആവശ്യമില്ല എന്നുള്ളൊരു ടൈപ്പിലാണ് ഇങ്ങനത്തെ സിനിമകളെല്ലാവരും ട്രീറ്റ് ചെയ്യുക. എന്ന് വെച്ച് കഴിഞ്ഞാൽ സിനിമ കണ്ടിറങ്ങി കഴിഞ്ഞാൽ എല്ലാവരും പറയും നല്ല സിനിമയാണ്, ഒരു മെസ്സേജുള്ള സിനിമയാണ്, അതോടുകൂടി കഴിഞ്ഞു. പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് വേറെ ഇതിൽ പറഞ്ഞു പോണ കാര്യങ്ങൾ ചിന്തിച്ച് ജീവിക്കുന്ന ആൾക്കാരൊന്നുമല്ല ഇവിടെ. അതുകൊണ്ടാണ് ഇങ്ങനെ മെസ്സേജുകളുള്ള സിനിമകൾ അധികം നല്ലൊരു സിനിമയായിട്ട് പോലും ഏറ്റെടുക്കാത്തത് ആൾക്കാർ. എന്ന് വെച്ചാൽ എന്നെ സംബന്ധിച്ചിടത്തോളം മസ്റ്റ് വാച്ച് സിനിമയാണ്. കാരണം കുറേ കാര്യങ്ങൾ പറഞ്ഞു പോകുന്നുണ്ട് ഈ സിനിമയിൽ. അതുകൊണ്ടാണ് എനിക്ക് ഈ സിനിമ ഇഷ്ടമായത്. പിന്നെ ക്ലൈമാക്സിൽ ഒരു അടിപൊളി ടെസ്റ്റ് ഉണ്ട്. ആ ടെസ്റ്റും കൂടി ആകുമ്പോൾ നമ്മൾ പ്രതീക്ഷിക്കില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ത്രില്ലർ സിനിമകൾ കാണുമ്പോൾ നമ്മൾ വിചാരിക്കുക ഇതിനിപ്പോൾ ഇങ്ങനെ ആവില്ല, ഇതിപ്പോൾ ഞാൻ അങ്ങനെയാവുമെന്ന് ചിന്തിച്ച് സിനിമ കാണാം. ഇത് നമ്മൾ നോർമലായിട്ട് ഇരുന്ന് കാണുമ്പോൾ ആ ചെറിയൊരു ടെസ്റ്റ് വരുമ്പോൾ നമ്മൾ ഇതിങ്ങനെ അങ്ങനെ ഒരു സാധനം വരും. പിന്നെ ഫൈറ്റായാലും ശരി, ഡയലോഗുകളായാലും ശരി, ഇമോഷനായാലും ശരി, എല്ലാം ഭയങ്കര നോർമലായിട്ടാണ് ഈ സിനിമയിൽ ചെയ്തു പോയിരിക്കുന്നത്. ഓവറായിട്ടൊന്നും ചെയ്തിട്ടില്ല. മാക്സിമം എല്ലാവരും കാണുക, എന്നിട്ട് അഭിപ്രായം രേഖപ്പെടുത്തുക. അപ്പോൾ ഇത്രയ്ക്കാണ് ഈ സിനിമയെ കുറിച്ച് പറയാനുള്ളത്. എന്തായാലും കാണുന്നവരെന്തായാലും ഞാൻ പറയുകയാണെങ്കിൽ മസ്റ്റായിട്ട് കണ്ടു നോക്കിയോ. എന്തായാലും നിങ്ങൾക്ക് ബോറടിക്കുന്നില്ല. കണ്ടത് എന്തായാലും നന്നായി തന്നെ തോന്നുള്ളൂ. അത്രയും നല്ല പടമാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഹിപ്പ് ഹോപ്പ് തമിഴിൽ ഇങ്ങനെ ഒരു സംഭവം ഞാൻ പ്രതീക്ഷിച്ചില്ല. അതെന്തായാലും നന്നായി. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരിലേക്കും എല്ലാവർക്കും ടേക്ക് കെയർ. ബൈ.